അപ്പോൾ ഈ ഒരു അനുഭവ കഥയിൽ പറയുന്നത് മല്ലിശ്ശേരി ആത്തേമാരെ കുറിച്ചാണ് കേട്ടോ. അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാൻ വരിക, എന്നും തൊഴാൻ വരും. അപ്പോൾ വരുന്ന സമയത്ത് പണ്ട് കാലത്താണ് കേട്ടോ, വളരെ വളരെ പണ്ടാണ്, ഒരു ഓലക്കൊടിയൊക്കെ ചൂടിയിട്ട് അവരിങ്ങനെ ഒരു മുണ്ട് കൊണ്ട് ഇങ്ങനെ പുതച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് തൊഴാനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഉണ്ണി അടുത്തെത്തിയിട്ട് ചോദിക്കുക, എനിക്ക് ഈ കരയൊന്ന് തരുമോ? ഈ കര കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല സുവർണ്ണ കസവ്, നല്ല വീതിയിലുള്ള കരയായിരുന്നേ. അപ്പോൾ ആ കര കണ്ടപ്പോൾ ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ഈ കരയൊന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ അമ്മയ്ക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ മുണ്ട് എങ്ങനെയാണ് തരാം ഉണ്ണി, ഇത് ഞാനിങ്ങനെ പുതച്ചിരിക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മുണ്ട് വേണ്ട, എനിക്ക് ഈ കര മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഈ ഉണ്ണി ഇങ്ങനെ ചോദിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല കേട്ടോ. അവരത് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ നന്നായി പ്രാർത്ഥിച്ച് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് അവർ തിരിച്ചുപോയി. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിലെ ഉണ്ണിക്കണ്ണൻ വന്നിട്ട് പറയാ, അതെ എനിക്ക് മുണ്ട് വേണ്ട കേട്ടോ, എനിക്ക് ഈ കര മാത്രം മതി, എനിക്ക് പട്ടുകോണകം എടുക്കാനാണ്, കോണകൊന്നും ഇല്ലേ എടുക്കാനായിട്ട്, എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമായി, അപ്പോൾ ഇത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് സ്വപ്നത്തിലെ ദർശനം നൽകി. അപ്പോഴാണ് അതേമാരെ ഞെട്ടി എണീറ്റിട്ട്, ഗുരുവായൂരപ്പനായിരുന്നോ ഈ സ്വർണ്ണക്കര വന്ന് ചോദിച്ചത്, മനസ്സിലായില്ലല്ലോ എനിക്ക് എന്ന് പറഞ്ഞിട്ട് സങ്കടം വന്നു കേട്ടോ. എന്നിട്ട് എന്താ ചെയ്തത്, പിറ്റേ ദിവസം തന്നെ ആ സ്വർണ്ണക്കര ആ ഭാഗമൊക്കെ ചീന്തിയിട്ട് കര മാത്രമാക്കിയിട്ട് ഗുരുവായൂരപ്പന് വേറെയും കുറേ പട്ടുകോണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്ന ആ ഒരു കഥ ഉണ്ണിക്കണ്ണന് അത്രയും ഇഷ്ടമാണെന്ന്. ഉണ്ണിക്കണ്ണന് ഇഷ്ടമുള്ള എന്തുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് ചോദിച്ച് വാങ്ങിക്കും. അത്രയും ഇഷ്ടമാണ് എല്ലാം നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കാനായിട്ട്. അതേപോലെ തന്നെ ഞാൻ മുൻപും പറഞ്ഞിട്ടില്ലേ, ചെണ്ടയും പീപ്പിയും എല്ലാ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്, ഇതെല്ലാം ചോദിച്ച് വാങ്ങുന്നതാണ്. എപ്പോഴും കുറുമ്പ് കാണിച്ചിട്ട് നമ്മുടെ ഉണ്ണി നടക്കുക. അങ്ങനെ കുറുമ്പനായിട്ടുള്ള ഉണ്ണിക്ക് ഇഷ്ടമുള്ള എല്ലാ വസ്തുക്കളും വഴിപാടായിട്ട് ചോദിച്ചു വാങ്ങുന്ന ഒരു ഉണ്ണിയാണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് സമർപ്പിക്കാനും ഭക്തർക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പട്ടുകോണകം കൊണ്ടുവന്ന് സമർപ്പിച്ച പട്ടുകോണകം ചോദിച്ചു വാങ്ങിയിട്ടുള്ള ആ ഒരു കഥയാണ്. ഈ ഒരു കഥയും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.